നമസ്കാരം. കരിങ്കുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ എനിക്ക് ചില വീഡിയോ ക്ലിപ്പിംഗ്സ് ഒക്കെ അയച്ചു തരികയുണ്ടായി. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ലെഡ് ആസിഡ് ബാറ്ററികൾ അത് പൊട്ടിത്തെറിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യൂട്യൂബിൽ ചെയ്തിരിക്കുന്ന കുറച്ച് വീഡിയോസുകളാണ് എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഈ ബാറ്ററി ഇങ്ങനെ പൊട്ടിത്തെറിക്കുമോ എന്നൊക്കെ ചോദിച്ചാണ് എനിക്ക് അവർ വീഡിയോ അയച്ചു തന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് കൃത്യമായിട്ടൊന്ന് പറയാമെന്ന് ചോദിച്ച് ആണ് ഇവരെനിക്ക് വീഡിയോ അയച്ചു തന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ വീഡിയോകൾ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ യൂട്യൂബിനകത്ത് ചെയ്തിരിക്കുന്ന ഏകദേശം 90% വീഡിയോകളും വളരെ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ നൽകുന്ന വീഡിയോസുകളാണ്. എന്ന് പറഞ്ഞാൽ ഈ ബാറ്ററി പൊട്ടിത്തെറിക്കും എന്നുള്ള സത്യം തന്നെയാണ്. അത് എന്തുകൊണ്ടാണ് പൊട്ടിത്തെറിക്കുന്നത് എന്നുള്ളതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളും പറയുന്നതും അത് ഒഴിവാക്കാൻ വേണ്ടി അവർ പറയുന്ന കാരണങ്ങളൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് 100% കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. നമ്മൾ നോക്കുന്നത് ലെഡ് ആസിഡ് ബാറ്ററിയുടെ കാര്യമാണ്. ലിഥിയം അയൺ, ലിഥിയം പോളിമർ ഇതേപോലെയുള്ള ബാറ്ററികളുടെ കാര്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള ബാറ്ററികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നമ്മൾ മറ്റൊരെണ്ണം ചെയ്യുന്നതായിരിക്കും. അതായത് മറ്റ് ചാനലുകൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. മറ്റ് ചാനലുകളിലെല്ലാം പറഞ്ഞിരിക്കുന്നവർ ഈ ലെഡ് ആസിഡ് ബാറ്ററിക്കകത്ത് ഗ്യാസ് ഫോം ചെയ്യുകയും അതിലൂടെ ഉണ്ടാകുന്ന പ്രഷർ അതിനകത്ത് വർദ്ധിച്ച് വരികയും അങ്ങനെ അത് പൊട്ടിത്തെറിക്കുകയും ചെയ്യുമെന്നാണ് ഏകദേശം 90% യൂട്യൂബ് ചാനലുകളിലും നോക്കിയപ്പോൾ എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. ശരിക്കും അങ്ങനെ പൊട്ടിത്തെറിക്കാനായിട്ടാണെങ്കിൽ നമ്മുടെ ടയർ, നമ്മുടെ വണ്ടിയുടെയൊക്കെ ടയർ, അതുപോലെ നമ്മുടെ ഫുട്ബോൾ, ഇതിനകത്തൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ സംഭവം ശരിയാണ്. അതിനകത്തേക്ക് നമ്മൾ എന്തായാലും ഒരു എയർ അടിച്ച് കഴിഞ്ഞാൽ അത് നിറഞ്ഞ് വന്നതിന് ശേഷം അവസാനം അത് പെട്ടെന്നൊരു സ്ഫോടനമുണ്ടോ, അതായത് ബുമ്മെന്ന് പറഞ്ഞ് പെട്ടെന്ന് അത് പൊട്ടിത്തെറിക്കും. അങ്ങനെയാണ് സാധാരണ ഇതിൽ നമ്മളുടെ ഈ വണ്ടിയുടെ ടയറോ അല്ലെങ്കിൽ നമ്മുടെ ഫുട്ബോളൊക്കെ ആണെങ്കിൽ നമ്മൾ എയർ അടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. പക്ഷേ അങ്ങനെ ഒരിക്കലും നമ്മളുടെ ബാറ്ററികൾ അങ്ങനെ വരില്ല. അതിനകത്ത് ഞാൻ വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. അതായത് ഇതിപ്പം ഇത് നമ്മളുടെ പോളിമർ ബാറ്ററിയാണ്. അതായത് നമ്മൾ ഇപ്പം ഈ ഗ്യാസ് ഫോം ആകുന്ന കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിഥിയം അയൺ ആണെങ്കിലും അതുപോലെ FE ബാറ്ററികളാണെങ്കിലും എന്ത് തരം ബാറ്ററി ആണെങ്കിലും ലെഡ് ആസിഡ് ബാറ്ററി ആണെങ്കിലും എല്ലാത്തിനകത്തും ഇതേപോലെ തന്നെ ഗ്യാസ് ഫോം ആകുന്ന ഒരു സംഭവം നടക്കും. അത് നടക്കാനായിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നോ അത് ഒഴിവാക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് ഇതുണ്ട്, ഇത് നല്ല കറക്റ്റായിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ശരിക്കും ഈ ബാറ്ററി ഇരിക്കേണ്ടത്. പക്ഷേ ഇതുണ്ടോ വേറൊരെണ്ണം, ഈ സെയിം ബാറ്ററി ഉണ്ട് രണ്ടെണ്ണം. ഞാൻ ശരിക്കും നിങ്ങളെ അടുപ്പിച്ച് കാണിച്ചു ഇത് നോക്കിയതുണ്ടോ, ഇതിനകത്ത് ഗ്യാസ് ഫോം ആയിരിക്കുന്നത് കണ്ടോ, ഇത് ബലൂൺ പോലെ ഭയങ്കരമായിട്ട് നിറഞ്ഞിരിക്കുന്നതുണ്ടോ, ശരിക്കും നിങ്ങളൊന്ന് നോക്കിയതുണ്ടോ. ഇത് പോളിമർ ബാറ്ററിയാണ്. ഇതുണ്ട്, ഇതിങ്ങനെയാണ് ശരിക്കും ഇത്രയും കനത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇത് വീർത്തപ്പോൾ ഈ സംഭവം ഇങ്ങനെ ആയതാണ്. ഇതുണ്ടോ, ഇനി ഇരിക്കാൻ പോലും പറ്റത്തില്ല. ഇതുണ്ട്, ഇതിനകത്ത് ഫുള്ള് ഗ്യാസ് നിറഞ്ഞിരിക്കുക. അപ്പോൾ ഇങ്ങനെ വരും ബാറ്ററിക്കകത്ത്. അപ്പം ഇതേപോലെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ഇത് ഗ്യാസ് ഇതുണ്ട്, ഇതിനകത്ത് ഇത് ഗ്യാസ് ഫുള്ള് ഫില്ലായിരിക്കുകയാണ്. പക്ഷേ ഇതിനുള്ളിലുള്ള ഗ്യാസ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇനി വീണ്ടും ഗ്യാസ് നിറഞ്ഞ് ഇതിന് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു സൈഡ്, എന്തായാലും ഒരു ചെറിയൊരു സൈഡിൽ ചെറിയൊരു കീറ്റ പോലെ എന്തെങ്കിലും ഉണ്ടായതിന് ശേഷം അതിനകത്ത് ചെറുതായിട്ട് ഗ്യാസ് ലീക്കായി പോകാൻ തുടങ്ങുകയും അങ്ങനെ ഇത് മൊത്തത്തോടെ അങ്ങ് ചുങ്ങി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ലാതുകൊണ്ട് ഈ സാധനം എത്ര ഗ്യാസ് ഫില്ലായാലും ഇത് പൊട്ടിത്തെറിക്കില്ല ഒരിക്കലും. ഈ ബാറ്ററി ആണെങ്കിലും പൊട്ടിത്തെറിക്കില്ല. ഈ ലിഥിയം ബാറ്ററികളാണെങ്കിലും ഇതിങ്ങനെ സാധനം ഇതിൽ പൊട്ടിത്തെറിക്കാറില്ല. ഇതിനകത്തൊരു ഗ്യാസ് അങ്ങ് ലീക്കായി അങ്ങ് പോകത്തേ ഉള്ളൂ ഈ പോളിമർ ബാറ്ററി ആണെങ്കിൽ. എന്ന് പറഞ്ഞ കണക്ക് തന്നെ ഇതേപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കവറിനകത്താണ് നമ്മളുടെ ഈ ബാറ്ററി നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്തുനിന്ന് ഒരിക്കലും ഈ ഗ്യാസ് നിറഞ്ഞ് അത് ഒരു സ്ഫോടനം ഒരിക്കലും ഇതിനകത്ത് പ്രഷറായിട്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഗ്യാസ് നിറഞ്ഞ് പ്രഷറായി വന്നതിന് ശേഷം അവസാനം ടയറൊക്കെ പൊട്ടിത്തെറിക്കുന്ന പോലെ, വണ്ടിയുടെ ടയറൊക്കെ പൊട്ടിത്തെറിക്കുന്ന പോലെ ഒരിക്കലും പൊട്ടിത്തെറിക്കില്ല എന്നുള്ള കാര്യം 100% നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണ് മറ്റ് ചാനലുകളിൽ പറഞ്ഞിരിക്കുന്ന മിക്കവാറും. അതുകൊണ്ടാണ്. അപ്പോൾ അതിനൊരു കാര്യം അത് രക്ഷിക്കാനായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അതിൻ്റെ അടപ്പുണ്ടല്ലോ, അത് നന്നായിട്ട് ഫുള്ളായിട്ട് അങ്ങ് ലൂസാക്കിയിട്ട് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അത് പരിഹരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അങ്ങനെയൊന്നും ഒരിക്കലും അത് പരിഹരിക്കപ്പെടുകയില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടപ്പ് നമ്മൾ ഫുള്ളായിട്ടും ലൂസാക്കിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്യും. അപ്പം എന്തുകൊണ്ടാണ് ഇത് പൊട്ടിത്തെറിക്കാനുള്ള കാരണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ശരിക്കും ഈ ബാറ്ററിക്കകത്തുള്ള വെള്ളം വറ്റിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വെള്ളം വറ്റിപ്പോകുന്നത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ കരുതിയിരിക്കുന്നത് എന്താണ്, സാധാരണ മിക്കവാറും ആൾക്കാരും കരുതിയിരിക്കുന്നത് ഈ വെള്ളം വേപ്പറായി പോവുകയാണ്, നീരാവിയായി പോവുകയാണ്. അങ്ങനെയാണ് ഈ വെള്ളം വരുന്നതെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. പക്ഷേ ശരിക്കും ഇത് വേപ്പറായി പോവുകയല്ല ചെയ്യുന്നത്. മറിച്ച് ഈ ഇതിനകത്ത് ബാറ്ററിക്കകത്തുള്ളത് H2O ആണ്. അതായത് ആസിഡ് എന്ന് പറയുമ്പോൾ സൾഫ്യൂരിക് ആസിഡും അതേപോലെ തന്നെ H2O അതായത് വാട്ടറുമാണുള്ളത്. അപ്പോൾ ഈ വാട്ടറാണ് അതിനകത്ത്, വെള്ളമാണ് വറ്റിപ്പോകുന്നത്. സൾഫ്യൂരിക് ആസിഡ് അതിനകത്ത് അങ്ങനെ കടക്കും. അപ്പോൾ ഈ വെള്ളം വറ്റിപ്പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നീരാവിയായി പോവുകയല്ല, മറിച്ച് H2O എന്ന് പറഞ്ഞാൽ അതായത് ഹൈഡ്രജൻ്റെ 2 ആറ്റവും ഓക്സിജൻ്റെ 1 ആറ്റവും, അങ്ങനെയാണ് ഈ വെള്ളം ഉണ്ടാകുന്നത്. നമുക്കൊക്കെ അറിയാം. അപ്പോൾ ഈ 2 ഹൈഡ്രജനായിട്ടും 1 ഓക്സിജനായിട്ടുമായിട്ട് ഇത് വിഘടിക്കുകയാണ് വെള്ളം. അതായത് നമ്മൾ ഇതിനകത്ത് ഈ 2 സ്ഥലത്ത് നമ്മൾ ചാർജിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഈ വെള്ളത്തിനകത്തുള്ള ഈ ഹൈഡ്രജൻ വാതകവും ഓക്സിജൻ വാതകവുമാണ് ഇതിനകത്തുനിന്ന് നമുക്ക് വെളിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ വാതകം ഇതിനകത്ത് നിറഞ്ഞു നിൽക്കും. അതായത് ഇതിൻ്റെ ഈ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കും.
ഇങ്ങനെ നിറഞ്ഞ് ഇതിനുള്ളിൽ നിൽക്കുന്ന ആ ഹൈഡ്രജനും ഓക്സിജനും, അതായത് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന സാധനമാണ്. ഓക്സിജൻ കത്താൻ സഹായിക്കുന്നതാണ്. അപ്പോൾ അത് വളരെ നല്ലൊരു കോമ്പിനേഷനായിട്ടാണ് അതിനകത്ത് നിൽക്കുന്നത്. അതായത് ഒരു ചെറിയ സ്പാർക്ക് കിട്ടിയാൽ അപ്പോൾ തന്നെ ഇതിന് അതിശക്തമായിട്ടുള്ള സ്ഫോടനം നടത്താനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്യാസാണ് അതിനകത്ത് ഫോമായി നിൽക്കുന്നത്. പക്ഷേ അത് ഭയങ്കര പവർഫുള്ളായിട്ട്, അല്ലെങ്കിൽ അതിനകത്ത് പ്രഷറൊന്നും ഭയങ്കരമായിട്ട് ഉണ്ടാവില്ല. ഇതിങ്ങനെ ഫോമായി അതിനകത്ത് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും. കുറച്ചായിട്ട് അതിൻ്റെ ഗ്യാപ്പിൻ്റെ ഇടയ്ക്കൂടെ അതിലൂടെയെങ്കിലും കുറച്ച് പുറത്തോട്ട് പോകൊണ്ടിരിക്കും. പക്ഷേ എങ്കിലും അത്യാവശ്യം സ്ഫോടനം, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ സ്ഫോടനം നടത്താനുള്ള ഗ്യാസ് അതിനകത്ത് എപ്പോഴും അതിനുള്ളിൽ തന്നെ കാണും. നമ്മൾ അതിൻ്റെ അടപ്പ് തുറന്ന് വെച്ചാൽ പോലും, ഫുള്ളായിട്ട് തുറന്ന് വെച്ചാൽ പോലും അത് പൂർണ്ണമായിട്ട് പോകില്ല. അതിനകത്ത് എപ്പോഴും ഉൽപ്പാദനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉൽപ്പാദനം നടക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്ററിക്കകത്തേക്ക് നമ്മൾ ഓവറായിട്ടുള്ള ചാർജ് കയറുന്നതുകൊണ്ടാണ് അങ്ങനെ ഉൽപ്പാദനം നടക്കുന്നത്. അപ്പം നമ്മുടെ സാധാരണ ഒരു ബാറ്ററി ഒന്നും ആണെങ്കിൽ അതേ രീതിയിൽ ഹൈ ആയിട്ട് ഉള്ള ഉൽപ്പാദനം അതിനകത്ത് ഈ പ്രൊഡക്ഷൻ, അതായത് H2O വിഘടിച്ചുകൊണ്ട് ഹൈഡ്രജനും ഓക്സിജനും വാങ്ങുന്ന ആ സംഭവം നടക്കത്തില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഇതിനകത്ത് ഈ നിറഞ്ഞു നിൽക്കുന്ന ഈ ഗ്യാസ് അതിങ്ങനെ നിറഞ്ഞ് നിന്നു എന്ന് വെച്ചുകൊണ്ട് അത് എത്ര നിറഞ്ഞെന്ന് പറഞ്ഞാലും അത് പൊട്ടത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇപ്പം നോക്കുവാണെങ്കിൽ ഒരു 10% ബാറ്ററി, ഇപ്പോൾ 100 എണ്ണം എടുത്തുന്ന ഒരു 10% ബാറ്ററികൾക്കകത്ത് ഈ പ്രശ്നം കാണും. ഏതെങ്കിലും ഒരു ഏത് വീട്ടിൽ നമ്മൾ നോക്കിയാലും കാണും. പക്ഷേ എന്നാലും ഇതൊന്നും പൊട്ടിത്തെറിക്കാത്തതിന് കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വെടിമരുന്ന് എടുത്ത് വെച്ചു, അതിനോടൊപ്പം തന്നെ നമ്മൾ തീപ്പെട്ടിയും കൂടെ എടുത്ത് വെച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് കത്തത്തില്ല. നമ്മൾ തീപ്പെട്ടി ഉരച്ച് അതിന് തീ കൊടുത്താൽ മാത്രമേ അത് കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇതിനകത്ത് എല്ലാ സംഭവങ്ങളും, വെടിമരുന്നും തീപ്പെട്ടിയും എല്ലാം റെഡിയായെങ്കിൽ പോലും ഇത് പൊട്ടാത്തതിൻ്റെ കാരണം, പല വീടുകളിലും പൊട്ടിത്തെറിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഈ തീപ്പെട്ടി ഉരയ്ക്കപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ശരിക്കും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ആവട്ടെ ഞാനിങ്ങനെ പറഞ്ഞു തന്നത്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെ സ്ഫോടനങ്ങൾ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം, അതായത് ഈ ഗ്യാസ് ഫോമായി നിൽക്കുന്ന ബാറ്ററി ആണെങ്കിൽ, എല്ലാ ബാറ്ററിയും നിൽക്കത്തില്ല. അപ്പോൾ എങ്ങനെയാണ് ഫോം ആകുന്നത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് ഇങ്ങനെ ഫോമായി നിൽക്കുന്ന ബാറ്ററി ആണെങ്കിൽ ഗ്യാസ് ഇതിനുള്ളിൽ നിറച്ച് ഹൈഡ്രജൻ ഓക്സിജൻ നിൽക്കുകയാണെങ്കിൽ ആ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ചെറിയ ഇടിമിന്നൽ ഉണ്ടാകുകയും അതിൻ്റെ ഒരു മിന്നലിൻ്റെ എന്തെങ്കിലും ഒരു സ്പാർക്ക് ഈ ബാറ്ററിക്കുള്ളിൽ വരികയും ചെയ്താൽ അപ്പോൾ തന്നെ ഇത് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇടിമിന്നലിലൂടെ ഇങ്ങനെ ഫോമായി നിൽക്കുന്ന ബാറ്ററി, എല്ലാ ബാറ്ററിയും പൊട്ടിത്തെറിക്കില്ല, ഇങ്ങനെ ഫോമായി നിൽക്കുന്ന ബാറ്ററി ആണെങ്കിൽ ഇടിമിന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് ശക്തമായ സ്ഫോടനം ഉണ്ടാകും, പൊട്ടിത്തെറിക്കും. രണ്ടാമത് വരുന്ന കേസ്, ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും ലൂസ് കോൺടാക്റ്റുകൾ വരിക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ആസിഡിനുള്ളിൽ കിടക്കുന്ന ഭാഗത്ത് ലൂസ് കോൺടാക്റ്റ് വന്നാലും പ്രശ്നമൊന്നും സാറിന് ഇത് വരില്ല. ആസിഡ് ഇല്ലാതെ ഉള്ള, അതായത് ആസിഡ് കുറച്ച് വറ്റിപ്പോയതിന് ശേഷം, ആസിഡല്ല ഇതിനകത്ത് ഇലക്ട്രോലൈറ്റ് കുറച്ച് വറ്റിപ്പോയതിന് ശേഷം അതിന് മേളി വരുന്ന ഭാഗമുണ്ട് ബാറ്ററിയുടെ, ആ ഗ്യാപ്പിനകത്ത് ഈ ഓരോ സെല്ലുകളെ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുന്ന സംഭവമുണ്ട്. റിവറ്റ് ചെയ്ത് ജോയിൻറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഉരുക്കി പിടിപ്പിക്കാതെ. അപ്പോൾ അങ്ങനെ ഉരുക്കി പിടിപ്പിച്ചിരിക്കുന്ന ആ ജോയിൻറ്റുകളിൽ ചെറിയ ലൂസ് കോൺടാക്റ്റുകൾ മിക്കവാറും ബാറ്ററിയിൽ കാണുന്ന ഒരു കംപ്ലയിൻ്റ് ആണത്. അവിടെ ആ ലൂസ് കോൺടാക്റ്റ് വന്നാൽ അവിടെ ചെറിയ സ്പാർക്ക് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് ഈ ഗ്യാസ് ഫോമായി നിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ ലൂസ് കോൺടാക്റ്റ് വരികയും അവിടെ ചെറുതായിട്ട് ഒരു സ്പാർക്ക് ഉണ്ടാവുകയും ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ സ്ഫോടനം ഉണ്ടാവും, ഇത് എക്സ്പ്ലോഡ് ആവും, പൊട്ടിത്തെറിക്കും. അങ്ങനെ രണ്ട്. പിന്നെ മൂന്നാമത് നമുക്കിങ്ങനെ സംഭവിക്കാനുള്ള ഒരു കേസ്, നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും കാരണവശാൽ ഇങ്ങനെയുള്ള ബാറ്ററികൾ, ഈ ഗ്യാസ് ഫോമായി നിൽക്കുന്ന ബാറ്ററികൾക്കകത്ത് നമ്മൾ വെള്ളമുണ്ടോ, ഇതിനകത്ത് വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകൊണ്ടിരിക്കുന്നു അകത്തുള്ള ഈ ഇങ്ങനത്തെ ബാറ്ററികൾക്ക്. അപ്പോൾ ഇത് വെള്ളം സ്പീഡിൽ വറ്റിപ്പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്ത് നിന്ന് വെള്ളം ഉണ്ടോ നോക്കും. അപ്പം നമ്മൾ ടോർച്ച് അടിച്ച് നോക്കുകയാണെങ്കിൽ യാതൊരുവിധ പ്രശ്നമില്ല, നമുക്ക് നോക്കുന്നതിന് കുഴപ്പമില്ല. അപ്പം ഈ ഗ്യാസ് ഫോമായി കിടക്കുന്ന ബാറ്ററിക്കകത്ത് നമ്മൾ ടോർച്ച് അടിക്കുമ്പോൾ പുക പോലെ സംഭവം നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. കംപ്ലൈൻ്റ് ഉള്ള ബാറ്ററിയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നമുള്ള ബാറ്ററിയാണെന്നുള്ളത് നമ്മളിങ്ങനെ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ നമുക്ക് പുക പോലെ അത് നിങ്ങൾ കറങ്ങി നടക്കാൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നല്ല സ്ട്രോങ് ആയിട്ട് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ബാറ്ററിയാണെന്നുള്ളത് അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. അത് ഈ ടോർച്ച് അടിക്കുമ്പോൾ ഭയങ്കര പുകയായിട്ട് അതിനകത്ത് നിൽക്കും ഇങ്ങനെയുള്ള ബാറ്ററികൾ. പുകയല്ലാതെ ഒരു ഗ്യാസ് നമുക്ക് കാണാം, അത് അങ്ങനെ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ കറങ്ങി നടക്കുന്നതായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ബാറ്ററിക്ക് അതൊന്ന് തുറന്നിട്ട് അടിച്ച് നോക്കുകയാണെങ്കിൽ മതി, നിങ്ങൾക്ക് അത് അറിയാനും പറ്റും. അപ്പം അങ്ങനെയുള്ള ബാറ്ററിയുടെ അടുത്താണെങ്കിൽ, അങ്ങനെയുള്ള ബാറ്ററികളിൽ നിങ്ങളിപ്പം ഏതെങ്കിലും കാശം ഒരു മെഴുകുതിരി കൊണ്ടുപോയിട്ട് നിങ്ങൾ അതിനകത്ത് വെള്ളം വറ്റിപ്പോയിട്ടുണ്ടോ നോക്കാനായിട്ട്, അതിൻ്റെ ഇലക്ട്രോലൈറ്റ് വറ്റിപ്പോയിട്ടുണ്ടോ നോക്കാൻ വേണ്ടി ഒരു മെഴുകുതിരി കൊണ്ടുപോയി അതിൻ്റെ വക്കത്ത്, അതായത് അതിൻ്റെ ആ ഫ്ലോട്ട് ഉണ്ടല്ലോ, ഫ്ലോട്ട് തുറന്നിട്ട് സാറിന് ഇത് നമ്മൾ ടോർച്ച് അടിച്ച് നോക്കുന്ന സ്ഥാനത്ത് നമ്മളൊരു മെഴുകുതിരി കൊണ്ടാണ് നമ്മൾ ചെന്ന് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മെഴുകുതിരിയും കൊണ്ട് അങ്ങ് ചെന്നത് നിങ്ങൾക്ക് ഓർമ്മ കാണുള്ളൂ. പിന്നെ നിങ്ങൾ ബോധം തെളിയുമ്പോൾ മിക്കവാറും മുകളിൽ ഫാൻ കറങ്ങുന്നതായിരിക്കും നിങ്ങൾ കാണുന്നത്, അതായിരിക്കും അതിൻ്റെ ഒരു സാഹചര്യം. അപ്പോൾ അങ്ങനെ ഒരു കാരണവശാലും മെഴുകുതിരിയും കൊണ്ട് പോയി നമ്മൾ വെള്ളം കുറവുണ്ടോ എന്ന് ബാറ്ററിക്കകത്ത് ചെക്ക് ചെയ്യരുത്. ചെക്ക് ചെയ്താൽ ഉണ്ടാകുന്ന അവസ്ഥ എന്നാന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് എന്താണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ് നമ്മളിനി അടുത്തായിട്ട് നോക്കേണ്ടത്. അതായത് ഇതിന് ഇങ്ങനെയുള്ള ഈ സംഭവം ഉണ്ടാകുന്നത്, അതായത് ഇതിനകത്ത് ഗ്യാസ് ഫോം ആകാതിരുന്നാൽ യാതൊരു പ്രശ്നവുമില്ല. അപ്പം നമുക്കിപ്പം നമ്മുടെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബാറ്ററി ഇപ്പോൾ 100 ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു 95 ബാറ്ററികൾക്കകത്തും ഈ പ്രശ്നം കാണത്തില്ല.
ഇതിങ്ങനെ വരാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ബാറ്ററിക്കകത്തേക്കുള്ള ഓവർ ചാർജിങ്, അതായത് നമ്മുടെ ഇൻവേർട്ടറിൻ്റെ കംപ്ലയിൻറ്റും ഉണ്ട് ഈ ബാറ്ററിക്ക് ഇങ്ങനെ വരാം. അതേപോലെ തന്നെ നമ്മുടെ ബാറ്ററിക്കകത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നത്, അതായത് എന്തെങ്കിലും ചെറിയ സൾഫേഷനോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം ഈ ബാറ്ററി കട്ട് ഓഫ് ആകാത്ത അവസ്ഥ വരികയോ അങ്ങനെ എന്തെങ്കിലും വന്നാലും അതേപോലെ തന്നെ ആണ് ഇൻവേർട്ടറിന് കംപ്ലയിൻറ്റ് ഉണ്ട്. ഈ രണ്ട് കേസാണ് വരുന്നത്. ഇൻവേർട്ടറിന് കംപ്ലയിൻറ്റ് കൊണ്ട് ഓവർ ഈ ഫ്ലോട്ടിംഗ് വോൾട്ടേജിനകത്തൊക്കെ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പല ഇൻവേർട്ടറുകൾക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉള്ള ഇൻവേർട്ടർ ആണെങ്കിൽ ഇതിനകത്ത് സംഭവിക്കുന്ന ഈ ബാറ്ററിയുടെ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ കൂടുതൽ പെട്ടെന്ന് വെള്ളം, ഇപ്പോൾ ഒരു വർഷത്തിൽ ഒന്നൊക്കെ നമുക്ക് ബാറ്ററിക്ക് അത് വെള്ളം ഒഴിച്ചാൽ മതി. ശരിക്കും മാന്യമായ രീതിയിൽ ന്യായമായിട്ടും ഒഴിക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൂടുമ്പോഴൊക്കെ ഒന്ന് ഒഴിച്ചാൽ മതി. ഇപ്പോൾ 6 മാസമാണെങ്കിലും പോട്ടെ, കുഴപ്പമില്ല, നമുക്ക് അത്ര ഒരു പ്രശ്നമില്ലെന്ന് പറയാം. പക്ഷേ നമ്മൾ 15 ദിവസം കൂടുമ്പം വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ 20 ദിവസം കൂടുമ്പോൾ 30 ദിവസം കൂടുമ്പം വെള്ളം സ്ഥിരമായിട്ട് നമ്മൾ ഒഴിക്കേണ്ടി വരുവാണെങ്കിൽ ആ ബാറ്ററി ഇതേപോലെയുള്ള പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉള്ള ആ ഒരു ഗ്യാസ് ഫോമിംഗ് ഉള്ള ബാറ്ററിയാണ് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇതിനകത്ത് വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകാന്ന് പറഞ്ഞാൽ ആ വെള്ളം വറ്റിപ്പോകുന്ന മുഴുവനും ഈ ഹൈഡ്രജനും ഓക്സിജനുമായിട്ടാണ് പോകുന്നത്. അപ്പം നിസ്സാര സമയം കൊണ്ട് 10-15 ദിവസം കൊണ്ട് ഈ വെള്ളം 1 കുപ്പിയും 2 കുപ്പിയും വറ്റി പോകുന്നുണ്ടെന്ന് വരികിൽ അത് മുഴുവനും ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഘടിച്ചാണ് ആ വെള്ളം പോകുന്നത്. അപ്പോൾ അതിനുള്ളിൽ ആ സംഭവം ഉണ്ടാവും. പിന്നെ മാത്രമല്ല, വെള്ളം നന്നായിട്ട് വറ്റി നിൽക്കുമ്പം ഇതിന് കുറച്ചുകൂടി ഏരിയ കിട്ടും, അതായത് കൂടുതൽ സ്ഥലം ഇതിനകത്തുണ്ടാവും ഈ ഗ്യാസിന് ഫോം ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്നേരം സ്ഫോടനം കൂടുതൽ സ്ട്രോങ് ആയിരിക്കും. പിന്നെ ഇങ്ങനെയുള്ള സ്ഫോടനം വന്നാൽ, അല്ലെങ്കിൽ ഇതേപോലെ ഉണ്ടായാൽ ഒരിക്കലും അത് തീയായിട്ട് സാധനം കത്തത്തില്ല, തീ കത്തുന്ന രീതി വരത്തില്ല. സ്ഫോടനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് പൊട്ടി അങ്ങോട്ട് മുഴുവൻ ചെതറി തെറിച്ച് എല്ലാ വശത്തേക്കും അങ്ങ് പോയി മൊത്തം അങ്ങ് പോകുക മാത്രമേ ഉള്ളൂ. ബാറ്ററി മുഴുവൻ പൊട്ടിത്തെറിച്ച് അങ്ങ് പോവുള്ളൂ. തീ പിടിക്കുന്ന ഒരു സംഭവം സാറിന് ഇതിൽ ഒരിക്കലും ഉണ്ടാവാറില്ല. കാരണം ഇതിനകത്ത് വെള്ളവും ആസിഡും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ തീപിടുത്തം ഉണ്ടാവില്ല. അതങ്ങോട്ട് പൊട്ടിച്ചേറുമ്പം തന്നെ മൊത്തം നനവാണല്ലോ, വെള്ളവും ആസിഡുമാണല്ലോ വരുന്നത്. അങ്ങനെ തീപിടുത്തമൊന്നും ഉണ്ടാവില്ല, പക്ഷേ വളരെ ഡേഞ്ചറാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ബാറ്ററികൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരം ബാറ്ററികൾ, നമ്മൾ ഈ ലെഡ് ആസിഡ് ബാറ്ററികൾ നമ്മൾ ഒരിക്കലും ഈ ബെർത്തിന് മുകളിൽ, അതായത് പ്രത്യേകിച്ച് നമ്മൾ കിടന്നുറങ്ങുന്ന റൂമിനകത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ ബെർത്തിന് മുകളിൽ ഒരു കാരണവശാലും, ഒത്തിരി വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇലക്ട്രീഷ്യന്മാർ കൊണ്ടുപോയിട്ട് എളുപ്പത്തിന് ബെർത്തിന് മുകളിൽ പിടിപ്പിക്കുക. ഈ കഴിഞ്ഞ ദിവസവും കൂടെ എന്നോട് ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ബെർത്തിന് മുകളിൽ എങ്ങനെയും വെക്കാവും, ഞങ്ങൾക്ക് താഴെ ഇടയില്ല, സൗകര്യക്കുറവാണ്, അപ്പം ബെർത്തിന് മുകളിൽ വെക്കുകയാണെങ്കിൽ സൗകര്യമായിട്ട് അവിടെ ഇരുന്നുള്ളൂ, ഒന്നും അറിയണ്ടല്ലോ എന്ന് പറഞ്ഞ്. സംഭവമൊക്കെ ശരിയാണ്, ബെർത്തിന് മുകളിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല, വളരെ ഈസി ആയിട്ട് അവിടെ ഇരിക്കും. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ, ഇപ്പോൾ 100-1 1000-1 പറഞ്ഞാൽ പോലും ഞാൻ അങ്ങനെ സാറിന് ഇതിൽ ചെയ്ത് കൊടുക്കാറില്ല. ഞാൻ വെച്ചിട്ട് പോയതിന് ശേഷം പിന്നീട് അവർ ചിലപ്പോൾ എടുത്ത് ബെർത്തിന് മുകളിൽ കയറ്റുന്ന സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നേരിട്ട് ബെർത്തിന് മുകളിൽ ഒരിടത്തും അങ്ങനെ വെച്ച് കൊടുക്കാറില്ല. വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള സംഭവം, ഇത് മുകളിലിരുന്ന് ഏതെങ്കിലും കാരണവശാൽ പൊട്ടിയാൽ നമ്മൾ താഴെ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ നമ്മുടെ മേത്തേക്ക് ഇത് മുഴുവനും കൂടെ ഇതിൻ്റെ ആസിഡും സംഭവം എല്ലാം കൂടെ മേത്തേക്ക് വീഴും. പക്ഷേ നമ്മൾ നിലത്ത് താഴെ എവിടെയെങ്കിലും ആണ് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതെന്നാ പൊട്ടിത്തെറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ വേറെ കുറച്ച് ദൂരെ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ മേത്ത് അല്പം ആസിഡൊക്കെ ചിലപ്പോൾ തെറിച്ചാൽ പോലും അത്ര വലിയൊരു പ്രശ്നം വരാറില്ല. പിന്നെ തീപിടുത്തം ഇതുകൊണ്ടൊട്ട് ഉണ്ടാവാറുമില്ല. അപ്പോൾ അതുകൊണ്ട് താഴെ ഇരിക്കുന്നെങ്കിൽ അവിടെ നിന്ന് പൊട്ടിയാലും നമുക്ക് അത്യാവശ്യം വലിയ ആപത്തൊന്നും കൂടെ രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ നമ്മൾ മേളിലാണ് വെച്ചേക്കുന്നെങ്കിൽ മേലെ മുഴുവൻ ആസിഡ് ചാടി മൊത്തം പൊള്ളി തവിടുകൂടിയാവും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ബെർത്തിന് മുകളിൽ കയറ്റി ഈ ലെഡ് ആസിഡ് ബാറ്ററി വെക്കരുത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നിങ്ങളെ ഞാൻ ഓർമ്മിക്കുകയാണ്. ഇലക്ട്രീഷ്യന്മാർ പലതും പറയും, അവർ ചിലപ്പം കിച്ചൺ കബോർഡിനകത്തൊക്കെ കൊണ്ടുപോയി അടച്ചു പൂട്ടി വെക്കുക, ഇങ്ങനെയുള്ള ഒത്തിരി കലാപരിപാടികൾ അവർ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഇലക്ട്രീഷ്യന്മാരോടെല്ലാം ഞാൻ ഒത്തിരി പറഞ്ഞൊരു കേസാണ് അങ്ങനെയൊന്നും ചെയ്യരുതെന്ന്. അപ്പോൾ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ വേറെ വീഡിയോ കൂടി ഞാൻ പറയുന്നുണ്ട്, ഇത് ഫിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം. അപ്പം അതും കൂടെ എൻ്റെ കൂടുതൽ കൂട്ടിക്കുന്നത് ഇത് ഒരുപാട് ലെങ്ത് ആവും വീഡിയോയ്ക്ക്, അതുകൊണ്ടാണ് അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ബാറ്ററി പൊട്ടിത്തെറിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും. അതേപോലെ എൻ്റെ ഫ്ലോട്ട്, എൻ്റെ അടപ്പ് അത് ലൂസ് ഇട്ടുവെന്ന് വെച്ചുകൊണ്ട് ഒന്നും ഇത് പൊട്ടിത്തെറിക്കാതിരിക്കുക, അതൊന്നും ചെയ്തില്ല. നമ്മൾ ചെയ്യേണ്ടത് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ബാറ്ററിയിൽ ഇടയ്ക്ക് നമ്മുടെ ബാറ്ററിയുടെ പുറത്തൊന്ന് ശരിക്കും തൊട്ട് നോക്കുക. ഹീറ്റ് ഒട്ടും ഉണ്ടാകാൻ പാടില്ല, നല്ല പച്ചവെള്ളം പോലെ നല്ല തണുത്തിരിക്കണം ബാറ്ററി എപ്പോഴും. അപ്പോൾ ഹീറ്റുള്ള ബാറ്ററികൾ പല വീടുകളിൽ നിങ്ങളിപ്പോൾ തന്നെ ഒന്ന് നിങ്ങളുടെ ബാറ്ററി ഒന്ന് ചെന്ന് നോക്കിയേക്കുക. ലെഡ് ആസിഡ് ബാറ്ററിയാണ് ഒരു 90% വീടുകളിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന, ലിഥിയമൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ ആ ബാറ്ററിയുടെ പുറത്ത് ഒന്ന് തൊട്ട് നോക്കുക, ചെറുതായിട്ടെങ്കിലും ഹീറ്റ് ഉണ്ടോ എന്നുള്ളത്. ഒരു സമയത്തും ഹീറ്റ് ഉണ്ടാകാൻ പാടില്ല. ഇതിന് വേനൽക്കാലമെന്നോ മഴക്കാലമെന്നോ ഒന്നുമില്ല പൊട്ടിത്തെറിക്കുന്നതിന്. അപ്പോൾ പലരും ചോദിച്ചു, വേനൽക്കാലത്ത് നല്ല ചൂടുള്ള സമയമാകുമ്പം ഇപ്പോൾ പൊട്ടിത്തെറിക്കുമെന്നൊക്കെ ചോദിച്ചു, ഈയിടെ എനിക്ക് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചൂടുള്ള കാലമൊന്നും ഇതിനില്ല. ഇത് ബാറ്ററി ചൂടാകുന്നുണ്ടെങ്കിൽ, നല്ല ബാറ്ററിക്ക് ഹീറ്റാണെങ്കിൽ ഇതിനകത്ത് ഗ്യാസ് ഫോം ആകുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ 100% ഉറപ്പിക്കാം. അങ്ങനെയുള്ള ബാറ്ററികൾ സ്പാർക്ക് കിട്ടിയാൽ അപ്പോൾ പൊട്ടിത്തെറിക്കും. സ്പാർക്ക് ഏതെങ്കിലും രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. നമ്മളതിനകത്തൊരു സ്പാർക്ക് ഉണ്ടാക്കിയാലോ അല്ലെങ്കിൽ ഇടിമിന്നൽ വഴിയോ അതും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് ഏതെങ്കിലും രീതിയിൽ കൂടെ സ്പാർക്കിങ് കിട്ടിക്കഴിഞ്ഞാൽ അത് എക്സ്പ്ലോഡ് ആകും, പൊട്ടിത്തെറിക്കും. സാധാരണ പൊട്ടലൊന്നുമല്ല, ഭയങ്കര ആമിട്ട് പൊട്ടുന്നതാണ് കാണി സാധനം പൊട്ടുന്നത്. അല്ലാതുകൊണ്ട് മറ്റേ ഈ ഗ്യാസ് അതിനകത്ത് കയറിയതിന് ശേഷം പ്രഷർ കൂടി വന്നതിന് ശേഷം സൈഡിലേക്ക് പതുക്കെ തള്ളിപ്പോവുക, അങ്ങനെയൊന്നുമല്ല സംഭവിക്കുന്നത്. വളരെ ഹൈ ആയിട്ടുള്ള പൊട്ടിത്തെറി തന്നെയാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. മൊത്തത്തിൽ ഈ പ്ലാസ്റ്റിക് എത്ര ബലമുള്ള പ്ലാസ്റ്റിക്കെല്ലാം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആ പ്ലാസ്റ്റിക് എല്ലാം പൊട്ടി തവിടുകൂടിയെ തെറിച്ചു പോകും. അത് അങ്ങനെ ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു പൊട്ടലാണ് ഇതുകൊണ്ട് ശരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിനെപ്പറ്റി ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
എന്തെങ്കിലും ഇതിനെപ്പറ്റി നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.